ആകാശവാണി. നിതാന്തം തുടർനാടകം 6-ാം ഭാഗം. രചന വിഭു പിരപ്പൻകോട്. സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ സന്ധ്യ രാജേന്ദ്രൻ, അനന്തപുരം രവി, സുപർണ ശ്രീധർ, ഐശ്വര്യ നായർ, മഹേഷ് ആർ.ജി, മോഹൻ ഐരൂർ, സുരേഷ് പഴവീട്, അർച്ചന ചന്ദ്രൻ, അനീഷ് പി നായർ, ആരോമൽ എസ്, വിസ്മയ മോഹൻ ആർ.എസ്, എം.എസ്. ശാന്തി, രാധിക നായർ. നിതാന്തം 6-ാം ഭാഗം. ആ രാജി, ഇതാരാ വന്നത് നോക്കി? അച്ഛനോ? ആ എന്താ, രണ്ടാളും ജോലിക്കൊന്നും പോകുന്നില്ലേ? ജോലിക്ക് പോകുന്നതിന് മുമ്പേ ഒന്ന് കാണാമെന്ന് കരുതി വന്നതാണ്. പോകുന്ന തിരക്കിലായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഇല്ല അച്ഛാ, ഞങ്ങൾ രണ്ടാളും പോകുന്നില്ല. അതെന്താ, വിശേഷം വല്ലതും? ഇന്നലെ മുതൽ രാജിയുടെ ഫോൺ സ്വിച്ച് ഓഫ്. ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നില്ല. അച്ഛൻ വീട്ടിൽ വരുമ്പോൾ ഒരു സർപ്രൈസ് തരാമെന്ന് പറഞ്ഞിരുന്നു. വന്നപാടെ ഒരു കൺഫ്യൂഷൻ. ഞാൻ മുത്തച്ഛനാകാറായോ? പിന്നെ ഇപ്പൊ തന്നെ. അതെ, 10 വർഷം കൂടി കാത്തിരിക്കണം മാഷെ. പിന്നെന്താ സംഭവം, പറ. ആ മോനെ, നീ പറയൂ. അച്ഛാ, സർപ്രൈസ് അവൾ തന്നെ പറയട്ടെ. പിന്നെ ഡ്യൂട്ടിക്ക് പോവാത്തത് ഇവൾക്ക് നല്ല മൂഡില്ല. അതുകൊണ്ട് എന്നെയും സമ്മതിച്ചില്ല. കഷ്ടം. സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് എൻ്റെ മോന് കൊടുക്കണമല്ലോ, അല്ലേ? നിനക്ക് രാവിലെ ഹോസ്പിറ്റലിൽ പോകാൻ മൂടില്ല എങ്കിൽ മറ്റുള്ളവരും പോകരുതെന്നാണോ? അതെന്താ, പ്രൈമറി സ്കൂളിൽ അനിയൻ പോവാത്തപ്പോൾ ചേട്ടനും കള്ളമടിച്ച് നിൽക്കുന്ന പരിപാടിയാണോ? അത് 2 പേർക്കും ചേർന്നല്ല. പ്രൊഫഷൻ ഈസ് പ്രൊഫഷൻ. ഇവിടെ ഇൻഡിവിജ്വാലിറ്റി കീപ്പ് ചെയ്യുകയും വേണം. ഇതൊക്കെ ഒരു പഴയ വാദ്യാരുടെ തന്ത വൈബാണോ? ന്യൂജൻ വാക്കൊക്കെ എവിടുന്ന് കിട്ടി പഴയ വാദ്യാർക്ക്? നീ സർപ്രൈസ് പറ. പറയാം. അതിനു മുമ്പ് എനിക്കൊരു ഉറപ്പ് തരണം. ഉറപ്പോ? അതെ, ഞാൻ പറയുന്നത് എന്തും അനുസരിക്കുമെന്ന്. അതെന്താ ഇപ്പോൾ ഒരു ഉറപ്പ് വാങ്ങലൊക്കെ? എപ്പോഴെങ്കിലും നീ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ സമ്മതിക്കാതെ ഇരുന്നിട്ടുണ്ടോ? എതിരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിന്റെ ഏതാഗ്രഹവും അച്ഛൻ സാധിച്ചു തന്നിട്ടില്ലേ? അച്ഛാ, മോള് പറഞ്ഞോളൂ. അത് വരുന്ന ജനുവരി 12 മുത്തച്ഛൻ്റെ ജന്മശതാബ്ദിയാണ്. അതിന് ഞാൻ എന്തു വേണം? അത് ആഘോഷിക്കണമെന്നാണ് രംഗഭരത ഡാൻസ് അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ തീരുമാനം. അത് നല്ലതല്ലേ, നന്നായി നടക്കട്ടെ. അതിൽ ഞാൻ പങ്കെടുക്കണമെന്നാണോ? അതെ. ഓ, ഇതിനായിരുന്നോ ഇത്രയും വലിയ മുഖവുരയും സർപ്രൈസും ഒക്കെ? ഞാൻ വരാം, പോരെ? അന്ന് അമ്മ 25 വർഷത്തിന് ശേഷം ചിലങ്ക അണിയും. അച്ഛനെന്താ മിണ്ടാത്തത്? ഞാൻ എന്തു പറയാൻ? ഞാൻ ഊരുമാറ്റിയതല്ല അമ്മയുടെ ചിലങ്ക. അങ്ങനെ അമ്മ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയില്ല എന്നെനിക്കറിയാം. പക്ഷേ ഞാനതിന് നിമിത്തമായി. ഞാൻ പ്രഭയേക്കാൾ ഇഷ്ടപ്പെട്ടത് അവളുടെ നൃത്തത്തെയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അവളത് അണിയുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും. പോരെ? അച്ഛാ, ഇവൾ അച്ഛൻ വരുമോ എന്ന ആശങ്കയിലായിരുന്നു. ഇത് പറയാനായി അച്ഛൻ്റെ ഫ്ലാറ്റിലേക്ക് വരാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇവളൊരു കൊടുങ്കാറ്റായിരുന്നു പ്രതീക്ഷിച്ചത്. അച്ഛനൊരിക്കലും ഇവൾക്ക് മുന്നിൽ കൊടുങ്കാറ്റാവാനാവില്ല, കൊച്ചിളം കാറ്റ് മാത്രം. അപ്പോൾ ഞാൻ പൊയ്ക്കോട്ടെ? ഓ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ, അത് കഴിഞ്ഞു പോവാം. ശരി ശരി. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതെന്താ? അത് അന്ന് അച്ഛനായിരിക്കണം അമ്മയ്ക്ക് ചിലങ്ക നൽകേണ്ടത്.
അത് ഞങ്ങളുടെ ആഗ്രഹമാണ്. ഈ ഈ ഞങ്ങളെന്ന് വെച്ചാൽ എൻ്റെയും ദേവിയുടെയും പിന്നെ പിന്നെ എൻ്റെ ആ, അത് 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 പ്രഭയ്ക്കിഷ്ടമാവോ? അത് ഞങ്ങൾ സംസാരിച്ചോളാം. അച്ഛൻ എത്തുമെന്ന് അറിയുമ്പോഴേ അമ്മയ്ക്ക് സന്തോഷാവും. ആ, ഞാൻ വരാം. പക്ഷേ ചിലങ്ക ഞാൻ നൽകില്ല. അത് നൽകാൻ യോഗ്യതയുള്ള ഒരാളേ ഉള്ളൂ. അവൾ ഊരിയെറിഞ്ഞ ചിലങ്കയുടെ ചിലമ്പൊലിയിൽ കരൾ നൊന്ത് പടികിറങ്ങിപ്പോയ ഒരാൾ, ദീർഘസൗഹൃദത്തിൻ്റെ ആത്മബന്ധം പൊട്ടിച്ചെറിഞ്ഞു പോയ ഒരാൾ, വിജയിക്കാൻ വെറുതെ പറഞ്ഞ പാഴ്വാക്കുകൊണ്ട് മുറിഞ്ഞ മനസ്സുമായി പിന്നൊരിക്കലും കാണാത്തിടത്തേക്ക് പോയ ഞങ്ങളുടെ പഴയ സ്നേഹിതൻ, കലാമണ്ഡലം പ്രഭാദേവിയുടെ ടാലൻ്റ് അത്ഭുതത്തോടെ നോക്കി ലോകത്തെ അറിയിച്ച ഒരാൾ. ആ കൈകളാകണം ഈ ചിലങ്ക അവൾക്ക് നൽകാൻ. അത് പറയാം പറയാം. പ്രഭാദേവി എന്ന ടാലൻ്റായ നർത്തകിയുടെ, ഭാരതമാകെ അറിയേണ്ട കലാകാരിയുടെ കാൽച്ചിലങ്കകൾ മൂകമായ ദിവസം. അത് നിങ്ങൾ അറിയേണ്ട സമയം ഇതാണ്. ഒരു സത്യവും ഒരാളിലൂടെ അവസാനിക്കരുത്. ലോകമറിയേണ്ടത് ലോകത്തെ അറിയിക്കുക തന്നെ വേണം. ഭാരതത്തിലെ എല്ലാ സ്റ്റേറ്റിലെയും നൃത്തരൂപങ്ങളുടെ ഒരു സംയുക്ത പ്രകടനം റഷ്യയിൽ വെച്ച് നടത്തുന്ന അന്തർദേശീയ നൃത്തോത്സവത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ തിരഞ്ഞെടുത്തത് നിന്റെ അമ്മയായിരുന്നു. കലാമണ്ഡലത്തിൽ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനത്തു നിന്നും എത്തിയ നർത്തകിമാരിൽ ഓരോ വിഭാഗത്തിൽ നിന്നും ഒരാളെയാണ് തിരഞ്ഞെടുത്തത്. അതിൻ്റെ തലേന്ന് രാത്രി അവൾ എന്നെ വിളിച്ചു. ഹലോ, ആ ഹരീന്ദ്രനാഥ. ആ നീയോ? എങ്ങനുണ്ട്? ഹരിയേട്ടാ, നല്ല മത്സരാ. ഓരോ നൃത്ത വിഭാഗത്തിൽ നിന്നും ഒരാളെ മാത്രമേ തിരഞ്ഞെടുക്കൂ. ഞാൻ 3 റൗണ്ട് വിജയിച്ചു. ഇനി നാളെ രാവിലെ ഫൈനൽ റൗണ്ട്. അത് വിജയിച്ചാ നേരെ റഷ്യയിലേക്ക്. നമ്മൾ 3 പേരും കൂടി. ഹ, അതെങ്ങനാ? നിന്നെ മാത്രമല്ലേ കൊണ്ടുപോകൂ? എന്നാരും പറഞ്ഞു? അങ്ങനെയല്ലേ അതിന്റെ കോർഡിനേറ്റർ പറഞ്ഞത്. ആ, അത് അവരുടെ നിയമം. നമ്മൾ 3 പേരും കൂടിയേ പോവും. ഇല്ലെങ്കിൽ പിന്നെ 10-20 ദിവസം ഞാൻ ഒറ്റയ്ക്ക് അവിടെ, ഹരിയേട്ടനും മോളും ഇല്ലാതെ. അതൊന്നും കുഴപ്പമില്ല. ഞാനും മോളും ഇവിടെ നിന്നോളാം. എന്നാ ഒരു കാര്യം ചെയ്യാം. എന്താ? ഞാൻ മോളെ കൂടി കൊണ്ടുപോവാ. ഡോക്ടർ ഹരീന്ദ്രനാഥെ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്നാ മതി. അതൊന്നും പറ്റില്ല. മോളില്ലാതെ. അപ്പൊ പ്രൊഫസർക്ക് കൈമളുടെ മോളെ പിരിഞ്ഞു നിൽക്കാം, ഹരീന്ദ്രനാഥിന്റെ മോളെ പിരിഞ്ഞു നിൽക്കാൻ വയ്യ. അയ്യോ, അതല്ല. പിന്നെ അതുകൊണ്ട് നമ്മൾ 3 പേരും കൂടി പോകുന്നു. പണമൊക്കെ റെഡിയാക്കി വെച്ച മാഷേ. പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? എന്താന്നൊന്ന് പറ. ആഹാ, അങ്ങനെ പറഞ്ഞ പിന്നെ സർപ്രൈസ് ആവോ? ദേ, എനിക്ക് വെറുതെ ആങ്സൈറ്റി കൂട്ടാതെ പറയടേ. ഇല്ലടേ. നിന്റെ അടുത്ത് വേറെ ആരും ഉണ്ടല്ലോ? ഇവിടെ ആരുമില്ല. ഏതോ ഒരു പുരുഷന്റെ ചിരി കേൾക്കുന്നു. തോന്നിയതാവൂന്ന്. കുറച്ച് ദൂരെ സന്ധ്യശാലിനിയൊക്കെ ഉണ്ട്. ചിലപ്പോൾ അവരുടെ ശബ്ദമാവും. അല്ലല്ലോ, ആരോ ഉണ്ട്. ഇല്ല ഹരിയേട്ടാ. പ്രഭേ, ഫോൺ ഇങ്ങിത്താ. ഇല്ലെങ്കിൽ ഹരി ശരിക്കും
ചങ്ക് പൊട്ടി ചാവും. ഹരി, ആളെ മനസ്സിലായോ? ആ, ഇല്ല. ഈ ശബ്ദം ഒരു പരിചയം തോന്നുന്നില്ല. ആ, എവിടെയോ കേട്ട് മറന്ന പോലെ. ഒന്ന് ഓർത്ത് നോക്ക്. ആ, പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് നീ ടെൻഷനാവണ്ട. നമ്മൾ ഏതാണ്ട് 10 വർഷമെങ്കിലും ആവും തമ്മിൽ സംസാരിച്ചിട്ട്. എടാ, ഞാൻ വിനോദ്, പഴയ ഡൽഹി. എടാ, നീയായിരുന്നോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ ഫോണിലാണെന്ന് ആരോ പറഞ്ഞു. എടാ, ഇപ്പോഴും ആണ്. ഞാനിപ്പോൾ USSR ആണ്. ഞാനാണ് ഈ ഇൻ്റർനാഷണൽ ഡാൻസ് ഫെസ്റ്റിൻ്റെ കോർഡിനേറ്റർ. ആഹാ, കോർഡിനേറ്ററെ കുറിച്ച് പ്രഭ പറഞ്ഞതല്ലാതെ നീയാണെന്ന്. അതിന് ഇന്നലെയല്ലേ അറിഞ്ഞത് ഈ സുന്ദരി നിന്റെയാണെന്ന്. അതും യാദൃച്ഛികമായി. ഇന്നലെ പ്രോഗ്രാം കഴിഞ്ഞ് രാത്രി ഭക്ഷണത്തിന് ഒത്തുചേരുമ്പോൾ വെറുതെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിച്ചു. അപ്പോഴല്ലേ അറിയുന്നത്. പിന്നെ ഞാനങ്ങ് ദത്തെടുത്തു. എടാ, നീ ഭാഗ്യവാനാണ്. അപാരമായ പെർഫോമൻസ് ആയിരുന്നു. ഉറപ്പായും നല്ല ഫ്യൂച്ചറുണ്ട്. നീ നോക്കിക്കോ. കൈമൾ സാറിന്റെ പാരമ്പര്യം ഇവൾ കാക്കും. ഇനി അതിന് നിനക്കൊപ്പം ഞാനുമുണ്ട്. താങ്ക് യു ഡിയർ. അപ്പോ നീ എന്നാ തിരികെ യാത്ര? നാളെ രാത്രി ഡൽഹി, ഒരാഴ്ച കഴിഞ്ഞ് USSR. എടാ, അപ്പോ നീ എന്നെ കാണുന്നില്ലേ? ഇത്തവണയില്ല. എനിക്ക് നാളെയാണ് ഫ്ലൈറ്റ്. നമുക്കിനി അവിടെ വെച്ച് കാണാം. നിന്റെ നാവ് പൊന്നാവട്ടെ. അപ്പോൾ തൽക്കാലം ഗുഡ് ബൈ. ഫോൺ ഞാൻ പ്രഭയ്ക്ക് കൊടുക്കാം. ആ ഹരിയേട്ടാ, സർപ്രൈസ് എങ്ങനെയുണ്ട്? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഹാ, എന്തായാലും പരിചയപ്പെട്ടപ്പോ മുതലേ വല്ലാത്ത കെയർ. ആ പിന്നെ, മോൾ ഉണർന്നില്ലേ? ആ ശരി ശരി, ഞാൻ പിന്നെ വിളിക്കാമേ. മാഷ് വിളിക്കുന്നു. ബൈ. 8 മണിക്കാ പെർഫോമൻസ്. പ്രാർത്ഥിക്കണേ. പിന്നെ തീർച്ചയായും. ബെസ്റ്റ് ഓഫ് ലക്ക് മൈ ഡിയർ. താങ്ക് യു. നിതാന്തം തുടർ നാടകം 6-ാം ഭാഗം സമാപിക്കുന്നു. രചന വിഭു പിരപ്പൻകോട്. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: പ്രഭാദേവി, സന്ധ്യ രാജേന്ദ്രൻ, ഹരീന്ദ്രനാഥ്, അനന്തപുരം രവി, രാജശ്രീ, സുപർണ ശ്രീധർ, സുരേഷ്, മഹേഷ് RG, വിനോദ് നാഥ്, സുരേഷ് പഴവീട്. പ്രഭാദേവിയുടെ ചെറുപ്പം അർച്ചന ചന്ദ്രൻ, ഹരീന്ദ്രനാഥ് അനീഷ് നായർ, വിനോദ് നാഥ് വിഷ്ണുമോഹൻ. സംവിധാന സഹായം N സുനിത, ബിജു കല്ലുവാതിക്കൽ, VN ദീപ. ഈ നാടകത്തിന്റെ 7-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15-ന്.